السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. هم الجبال فاصل عنهم مصادمهم ماذا رأى منهم في كل مستقدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 129ാമത്തെ ക്ലാസ്സാണിത്. 127ാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വരികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധീരതയാണ് കാര്യമായി നമ്മൾ വരികളിലൊക്കെ വർണ്ണിച്ചത്. വിശുദ്ധമായ ഇസ്ലാം ഏറ്റവും ഉത്തമനായ പിതാവിൽ നിന്ന്, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അവിടുത്തെ കാലശേഷം സഹാബാക്കളും അതുപോലെ ഇമാമിങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടും വിശുദ്ധമായ ഇസ്ലാമിനെ സംരക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ സഹാബത്തിനെ പറ്റി പറഞ്ഞപ്പോൾ സഹാബത്ത് ആരാണ്, അവരെക്കുറിച്ചാണ് ഈ വരിയിൽ ഇമാം ബുസൂരി തങ്ങള് നമ്മളോട് പറയുന്നത്. ഹുമുൽ ജിബാലു, അവര് പർവ്വതങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ പർവ്വത സമാനമാണ്, കൊടിമുടികൾക്ക് സമാനമാണ്. സംശയമുണ്ടോ നിനക്ക്? എങ്കിൽ ഫസൽ, നീ ചോദിച്ചു നോക്കൂ. അൻഹുമു, അവരെ സംബന്ധിച്ച് ചോദിച്ചു നോക്കൂ. മസാദിമഹും, അവരോട് പോരാടിയ, അടർക്കളത്തിൽ നേരിട്ട ശത്രു, അവരോട് നീ ചോദിച്ചു നോക്കൂ. അപ്പോൾ അവര് ഏറ്റുമുട്ടിയവരോട് നീ ചോദിച്ചു നോക്കൂ. എന്താണ് ചോദിക്കേണ്ടത്? മാദാറ മിൻഹും, അവരിൽ നിന്ന് എന്താണ് നിങ്ങൾ കണ്ടത്? സ്വഹാബാക്കളിൽ നിന്ന് എന്താണ് നിങ്ങൾ കണ്ടത് നിങ്ങളോട് ഏറ്റുമുട്ടിയപ്പോൾ എന്ന് ചോദിച്ചു നോക്കൂ. ഫീ കുല്ലി മുസ്തദമി, ഓരോ പോരാട്ടങ്ങളിലും മുസ്ലിങ്ങളായ ഓരോ ഭടന്മാരിൽ നിന്നും നേരിടേണ്ടി വന്നത്, ദർശിക്കേണ്ടി വന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ നിനക്ക് മനസ്സിലാകും. അവര് പറയും എന്ത്? അവരുടെ പോരാട്ട കഥകൾ അവര് പറയും. ഇപ്പോൾ ടോട്ടൽ അർത്ഥം എന്തായി? ഹുമുൽ ജിബാലു ഫസൽ അൻഹും മസ്വാദിമഹും മാദാ റഅ മിൻഹും ഫീ കുല്ലി മുസ്തദിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാര്, അതായത് സഹാബാക്കൾ, ശരിക്കും പറഞ്ഞാൽ അവര് പർവ്വതങ്ങളാണ്. അവരെക്കുറിച്ച് അവരുടെ പ്രതിയോഗിയോട് ചോദിച്ചു നോക്കും. ഓരോ പോരാട്ടങ്ങളിലും എന്താണ് ദർശിച്ചത് എന്ന് ചോദിച്ചു നോക്കൂ എന്നാണ് ഈ വരിയിലൂടെ ഇമാം ബുസൂരി തങ്ങൾ പറയുന്നത്. അപ്പോൾ സഹാബത്തിന്റെ ധീരത എടുത്തു പറയേണ്ടതാണ്. കാരണം ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവരുടെ കയ്യിലുള്ളത്? വെറും 313 ആളുകളാണ് അവരുള്ളത്. അവരുടെ അടുക്കൽ യുദ്ധത്തിന്, പ്രതിരോധത്തിന് വേണ്ടി ധരിക്കുന്ന അങ്കികൾ വെറും 60 എണ്ണം. കുതിരയാണെങ്കിൽ വെറും 2 എണ്ണം. ഒന്ന് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കുതിര, രണ്ടാമത്തേത് മിഖ്ദാദ് ഇബ്നുൽ ഔസദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര. പിന്നെ ഒട്ടകമാണെങ്കിലോ 70 ഒട്ടകം മാത്രമേ ഉള്ളൂ. ആകെ 72 വാഹനമാണ് ഉള്ളത്. എന്നിട്ട് ഓരോ വാഹനത്തിൽ 3 പേര് വീതമാണ് യാത്ര ചെയ്തിരുന്നത്.
ഒന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹും പിന്നെ മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹും ഇവര് 3 പേരും ഒരു ഒട്ടകത്തിലാണ് യാത്ര ചെയ്തിരുന്നത്. ഇത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് അവര് വരുന്നത് യുദ്ധത്തിന്. അപ്പോൾ അവർക്ക് നേരാമണ്ണം വാഹനം ഇല്ല, കഴിക്കാൻ ഭക്ഷണമില്ല. റമളാൻ മാസമാണ് അവർ വരുന്നത്. അവരുടെ കയ്യിൽ വളരെ തുച്ഛമായ ആയുധമാണ് അവരുടെ കയ്യിലുള്ളത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ബലഹീനരായ ഒരു സംഘമാണ് അവരുണ്ടായിരുന്നത്. ബദറിൽ പങ്കെടുത്ത സംഘം അവിടെ ചെന്ന് യുദ്ധക്കളത്തിലേക്ക് എത്തിയപ്പോൾ ശത്രുക്കൾ ആദ്യം ഇവരുടെ എണ്ണം കണ്ട് അവര് പറഞ്ഞു, അവര് കുറഞ്ഞ ആളുകളെയുള്ളൂ എന്ന് മനസ്സിലാക്കി. ശത്രുക്കൾ എങ്ങനെയാണ് ശത്രുക്കൾ വന്നിട്ടുള്ളത്? മുസ്ലിമീങ്ങളെ വളരെ പെട്ടെന്ന് അവരെ വകവരുത്തി നമുക്ക് ഉദ്ദേശം സഫലീകരിച്ച് തിരിക്കാമെന്ന് അവര് വ്യാമോഹിച്ചു വന്നു. അവരെങ്ങനെയാണ്? അവരുടെ ആയുധങ്ങൾ എത്രയാണ്? അവര് 950-ലധികം ആൾക്കാരുണ്ട്, 1000 ഉണ്ട്, 1000-ലധികം ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. 100 ആൾക്കാർ. ഇതെല്ലാം കുറച്ച് ആൾക്കാരെല്ലാം കണ്ടപ്പോഴും അവർ 100 ആൾക്കാർ സ്ഥലം വിട്ട് ഓടി. അവരുടെ ആയുധമാണെങ്കിലും 600 പടയങ്കികളുണ്ടവർക്ക്, 100 കുതിരകളുണ്ടവർക്ക്, 700 ഒട്ടകങ്ങളുണ്ടവർക്ക്. അതോടൊപ്പം തുടരെ മദ്ദളവും മുരശടുമരുവയൊറ്റകളും. ഈ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ദഫ് മുട്ടാനും പാട്ട് പാടാനും എല്ലാത്തിനും അവർക്ക് സന്തോഷം നൽകാൻ നല്ല നല്ല പെൺകുട്ടികളും അവരുടെ കൂടെ ഉണ്ടായി. വളരെ ആഡംബര രൂപത്തിലാണ് മക്ക മുശ്രിക്കുകൾ അടർക്കളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കരള് പൊട്ടി നെഞ്ചു പൊട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത്. അല്ലാഹുവേ, എൻ്റെ ഈ സ്വഹാബാക്കൾ ചെരുപ്പില്ലാത്തവരാണ് അല്ലാഹ്. അതുകൊണ്ട് ഫഹ്മിൽഹും, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹുമ്മ ഇന്നഹും ഔറാത്തുൻ. എൻ്റെ ഈ സ്വഹാബാക്കൾ നഗ്നരാണ് അല്ലാഹ്, നേരാമണ്ണം വസ്ത്രം കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് ഫൽബിസുഹും, അവർക്ക് നീ വസ്ത്രം ധരിപ്പിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ. റമളാൻ മാസമാണ് അല്ലാഹ്, എൻ്റെ സ്വഹാബാക്കൾ അവർ വിശക്കുന്നവരാണ്. അതുകൊണ്ട് ഫശ്ബിഅഹും, അവർക്ക് നീ വയറ് നിറപ്പിക്കണമേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പിന്നീട് അല്ലാഹു തആല ഈ സ്വഹാബത്തിനെ സഹായിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ഇത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുന്നു. അതൊക്കെ വലിയ ഒരു രംഗമാണ്. ആ രംഗം കണ്ടവർക്ക് അതിന്റെ ആ രംഗം മനസ്സിലാകുകയുള്ളൂ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും അല്ലാഹു സഹായിക്കുകയാണ്. സൂറത്തുൽ അൻഫാലിൽ ഇതിനെക്കുറിച്ച്, ബദർ യുദ്ധത്തിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. 43-ാമത്തെ ആയത്തൊന്ന് നമുക്ക് നോക്കാം. വൈദ് യുരീകുമൂഹും ഇദിൽ തഖൈതും ഫീ അഅ്യുനികും ഖലീലാ വയുഖല്ലിലുകും ഫീ അഅ്യുനിഹിം ലിയഖ്ളിയല്ലാഹു അംറൻ കാന മഫ്ഊലാ വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അല്ലാഹു തആല അവര് രണ്ട് വിഭാഗം ആളുകളെയും പരസ്പരം ചെറുതാക്കി തോന്നിപ്പിച്ചു. അവർക്ക് മുസ്ലിങ്ങളെ നോക്കുമ്പോൾ ചെറുതായി തോന്നും, മുസ്ലിങ്ങൾക്ക് അവര് നോക്കുമ്പോൾ ചെറുതായി തോന്നും. അങ്ങനെ സഹാബത്തിന് അല്ലാഹു തആല ധൈര്യം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. കാരണം മദീനത്ത് നിന്ന് അവര് യുദ്ധത്തിന് വേണ്ടിയല്ല പോകുന്നത്. അവര് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടികൂടാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വേണ്ടി
വേണ്ടിയുള്ള യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാതെയാണ് സഹാബാക്കൾ പോകുന്നത്. അവര് യാതൊരു തയ്യാറെടുപ്പുകളും അവരെടുത്തില്ല. അൻസാറുകളായ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ യുദ്ധത്തിന് സഹകരിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശങ്ക ഉണ്ടായി. ആ സമയത്ത് ഓരോരുത്തരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിപ്രായം ചോദിച്ചു. അൻസാറുകൾ എല്ലാരോടും യുദ്ധത്തിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അൻസാറുകളായ സഹാബാക്കള് എല്ലാവരും എഴുന്നേറ്റ് നിന്ന കൂട്ടത്തിൽ അൻസാറുകളായ സഹാബാക്കൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അവരവിടെ തന്നെ ഇരുന്നു. അവസാനം അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. എന്താണ് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞത്? യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം ആളുകളോട് പറഞ്ഞപ്പോൾ അനുയായികൾ പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിന് വരൂല മൂസ, യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വരൂല, അതുകൊണ്ട് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് മൂസാ നബിയുടെ അനുയായികള് മൂസാ നബിയോട് പറഞ്ഞു. എന്നാണ് അവർ പറഞ്ഞത്, അതുപോലെ ഞങ്ങൾ പറയൂല, എങ്കിൽ ഞങ്ങൾ പറയുകയാണ് നബിയെ, അങ്ങും അവിടുത്തെ റബ്ബും കൂടി യുദ്ധം ചെയ്യുക, ഞങ്ങളും നിങ്ങളുടെ കൂടെ ധർമ്മസമരത്തിൽ അടിയുറച്ചു നിൽക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മല പോലെ ഉറച്ചു നിൽക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത്. അവർ ഉറപ്പ് നൽകി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നത വിജയം കൈവരിച്ചു. അള്ളാഹുവിന്റെ സഹായം അവർക്ക് ഉണ്ടായി. എങ്ങനെയാണ് സഹായിച്ചത്? യുദ്ധം തുടങ്ങുമ്പോൾ മുസ്ലിങ്ങൾ അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അവരുടെ ഇരട്ടിയായി തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലാഹു തആല മുശ്രിക്കുകളെ ഭയപ്പെടുത്തി. അവർക്ക് മുസ്ലിങ്ങളെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് തോന്നിപ്പിച്ചു. തന്നെയുമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണ്ണ് വാരി അവർക്ക് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് അവരുടെയൊക്കെ മുഖം കെടുട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. അവരുടെ മേലിൽ മണ്ണ് വാരി എറിഞ്ഞു. അവരുടെ ഒക്കെ മുഖത്ത് ചെന്ന് പതിച്ചു. അവർക്ക് കണ്ണ് കാണാത്ത അവസ്ഥ വരെ അവർക്ക് ആയിപ്പോയി. റഹ്മാനായ റബ്ബ് ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.